പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് കൈരളി ടി വിയുടെ ഒരു ജ്വാല അവാർഡിനായിട്ട് എന്നെയും തിരഞ്ഞെടുത്തു എന്നറിഞ്ഞപ്പോൾ ഒത്തിരിയേറെ സന്തോഷം തോന്നി. അതും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മമ്മൂക്ക സെലക്ട് ചെയ്തൊരു അവാർഡാണോ എന്നറിഞ്ഞപ്പോൾ എനിക്ക് എന്താ അത്ഭുതമാണോ എന്താ വന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒത്തിരിയേറെ മധുരമുള്ളതായിട്ട് എനിക്കത് തോന്നി. അതോടൊപ്പം ഞങ്ങളെ ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോരുന്ന ഞങ്ങളെപ്പോലെയുള്ളവരെ ചേർത്ത് നിർത്തി പ്രോത്സാഹനം തരുന്ന കൈരളി ടി വിക്കും മമ്മൂക്കയ്ക്കും ഒത്തിരി നന്ദി പറയുകയാണ്. അതോടൊപ്പം ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വയനാട്ടിൽ എൻ്റെ മോൻ്റെ ഒരു തിരുമ ചികിത്സയുടെ ഭാഗമായിട്ട് ഒരു ദിവസം അവിടെ താമസിച്ച ഒരു ദിവസം ഞങ്ങൾ മോനെയും കൊണ്ട് വൈകുന്നേരം ഒരു സിനിമ കാണാനായിട്ട് മാനന്തവാടിയിൽ പോയി. അവിടെ അന്ന് ഓടിക്കൊണ്ടിരുന്നത് അണ്ണൻ തമ്പി എന്ന സിനിമയായിരുന്നു. ആ സിനിമയിൽ ആദ്യം മമ്മൂക്ക സ്ക്രീനിലേക്ക് ഒരു ലോറിയിൽ വരുന്ന ഭാഗം കണ്ടിട്ട് എൻ്റെ മോന് അന്ന് തിരുമിയ വേദന എല്ലാം എടുത്ത് വിഷമിച്ചിരുന്ന അവൻ്റെ എല്ലാ വേദനകളും മറന്ന് പൊട്ടിച്ചിരിച്ച് ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ച് സന്തോഷത്തോടെ മടിയിലിരുന്ന് തുള്ളിച്ചാടുകയായിരുന്നു. അത്രയും ഇഷ്ടപ്പെട്ട ഒരാളെ ഇത്ര അടുത്ത് കാണാൻ പറ്റുന്ന ഒരിക്കലും കരുതിയിരുന്നതല്ല. ഒത്തിരിയേറെ സന്തോഷമാണ്. അതുപോലെ ഇപ്പോഴും അവൻ ടി വിയിൽ ഈ മായാവിയും തുരുപ്പുകുലാനും അണ്ണൻ തമ്പിയൊക്കെ കാണുമ്പോൾ വീണ്ടും അത് സന്തോഷമായിട്ട് കാണുന്നത് എപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ മോൻ്റെ അസുഖവും പിന്നെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും കുറയാൻ തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ആ വിഷമങ്ങളെയൊക്കെ ഒന്ന് മറികടക്കാനായിട്ടാണ് നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ആരംഭിച്ചത്. അത് ദൈവം തുറന്നു വന്ന വഴിയിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന നെയ്യപ്പത്തിൻ്റെ കൂടുതൽ ഭാഗവും ഒരു പള്ളികളിൽ തിരുനാളിനോടനുബന്ധിച്ചുള്ള നേർച്ചയപ്പമായിട്ട് മാറി. അങ്ങനെ ഞങ്ങൾ യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ വീട്ടിൽ അടുക്കളയിൽ തുടങ്ങിയ ഒരു സ്റ്റാഫിനെ വെച്ച് തുടങ്ങിയ അപ്പൂസ് ഫുഡ്സ് എന്ന യൂണിറ്റ് ഇപ്പോൾ തിരക്കേറിയ സമയങ്ങളിൽ സാധാരണ വീട്ടമ്മമാരായ 32ഓളം വനിതകൾ ജോലി ചെയ്യുന്ന ഒരു സംരംഭമായിട്ട് ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. എൻ്റെ കമ്പനിയുടെ എല്ലാ വിജയവും എൻ്റെ കൂട്ടുകാരായ സ്റ്റാഫാണ്. അവർ കുറേ പേര് ഇന്നിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യാൻ പറ്റണം എന്ന എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ എന്നോട് ചേർന്ന് നിൽക്കുന്ന അവരെ കൂടുതൽ ശക്തീകരിക്കണം, അല്ലെങ്കിൽ കൂടുതൽ സ്വയം പര്യാപ്തതയിൽ എത്തിക്കണം എന്ന ആഗ്രഹത്തോടെ ഞാൻ കൊടുക്കുന്ന സാലറിയിൽ ഒരു ഭാഗം ഞാൻ മാറ്റി വെച്ച് അവരെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ആക്കി സൂക്ഷിക്കാനായിട്ട് പഠിപ്പിച്ചു. അത് നല്ലൊരു തുകയായിട്ട് തിരിച്ച് കുറച്ച് നാൾക്ക് ശേഷം അവരുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അത് അവർ ഗോൾഡ് മേടിക്കാനായിട്ടും വീടിൻ്റെയും മക്കളുടെയും ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് എടുക്കുന്നതും അതുപോലെ ബാങ്ക് ഡെപ്പോസിറ്റൊക്കെ ആക്കി മാറ്റുന്നത് കാണുമ്പം ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമാണ്. അതുപോലെ ഞാൻ നേരത്തെ കാർ ഓടിക്കുമായിരുന്നു. അതുപോലെ അത് ഒത്തിരി ഇഷ്ടമായിരുന്നു, ഡ്രൈവിങ് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഇവരെയും ആ നല്ല രീതിയിൽ മുന്നോട്ട് എന്നെപ്പോലെ തന്നെ ആക്കണം എന്നുള്ള ആഗ്രഹത്താൽ ഞാനിവരോട് പറഞ്ഞു കൊടുത്ത് ഇപ്പം ഇവർ പലരും ഡ്രൈവിങ് പഠിക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരായ അവർ കുറച്ച് പേര് ഇവിടെ ഇന്ന് വന്നിട്ടുണ്ട്. അതുപോലെ എനിക്ക് പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴൊരു സഹായം ആവശ്യമുണ്ട്. അപ്പോൾ എപ്പോഴാണേലും എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകണേലോ എന്തെങ്കിലും പോകണമെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടുകാർ അജിയുടെയും എൻ്റെയും സ്നേഹസമ്പന്നരായ വീട്ടുകാർ എപ്പോഴും ഏതാവശ്യത്തിനും ഓടി ഞങ്ങളോട് എത്താറുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ഒരു എന്നെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ തളർന്നു പോകുന്ന പല അവസരങ്ങളിലും എനിക്ക് താങ്ങായി നിന്ന് എന്നെ കൈ ചേർത്ത് പിടിച്ച് എന്നെയും മോനെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയതും ഇന്ന് എന്നെ ഞാനാക്കി മാറ്റിയത് ഇന്ന് ഈ വേദിയിൽ വരെ എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചത് എൻ്റെ ഹസ്ബൻഡ് അജിയുടെ പരിപൂർണ പിന്തുണ കൊണ്ട് മാത്രമാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായ മമ്മൂക്കയുടെ ഈ അവാർഡ് ഞാൻ എൻ്റെ എല്ലാമായ അജിക്കും മോനും സമർപ്പിക്കുകയാണ്. താങ്ക് യു കൈരളി ടി വി, താങ്ക് യു മമ്മൂക്ക. അമ്മയായി 6 മാസത്തിനകം മകൻ മസ്തിഷ്ക രോഗിയാണെന്നറിയുക. അവന്റെ ചികിത്സകളുമായി നെട്ടോട്ടമോടുമ്പോൾ ആണ്ടുകൾക്കകം താൻ അന്ധയാകുമെന്നറിയുക. ഈ ദുർവിധി നേരിടുന്ന യുവതി എന്തു ചെയ്യും? ജാസ്മിൻ ചെയ്തത് പൊരുതുകയാണ്.
കോട്ടയത്തെ മേരിലാൻഡിൽ ജനിച്ചു. ഇക്കണോമിക്സിൽ ബിരുദമെടുത്തു. സ്വന്തം സംരംഭം തുടങ്ങണമെന്ന് നിശ്ചയിച്ച് ബ്യൂട്ടീഷ്യൻ കോഴ്സും തയ്യലും ഹോം സയൻസും പഠിച്ചു. ആ മോഹങ്ങളോടെ ഇടുക്കിയിലെ തുടങ്ങനാട്ട് പലചരക്ക് കച്ചവടക്കാരനായ അജിയെ കല്യാണം കഴിച്ചു. ഓമൽ കിനാവുകൾ മധുരിതമാക്കിയ ജീവിതത്തിൽ അശനിപാതം ഏൽപ്പിച്ചുകൊണ്ട് ആദ്യത്തെ കൺമണി അഖിൽ സെറിബ്രൽ പാൾസി ബാധിതനാണ് എന്ന് സ്ഥിരീകരിച്ചു. മണിപ്പാൽ മുതൽ ചെന്നൈ വരെ ഓടി നടന്നു. കുഞ്ഞിനെ ചികിത്സിക്കുമ്പോൾ കാലം രണ്ടാമത്തെ ആഘാതം ഏൽപ്പിച്ചു. ജാസ്മിന് റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ. അതിനർത്ഥം പതിയെ പതിയെ ജാസ്മിൻ പൂർണ്ണമായും അന്ധയാകും എന്നതായിരുന്നു. വേളാങ്കണ്ണി പള്ളിമുറ്റത്ത് കണ്ട ഒരു മലയാളി പുരോഹിതനാണ് എന്തെങ്കിലും സംരംഭം തുടങ്ങൂ എന്ന് പറഞ്ഞത്. അങ്ങനെ അപ്പക്കാരിയായി. അമ്മ പണ്ട് വീട്ടിലുണ്ടാക്കിയ കൂട്ട് ജാസ്മിനെ നയിച്ചു. ആ ചേരുവയിൽ തന്റേതായ മാറ്റം വരുത്തി നെയ്യപ്പമുണ്ടാക്കി അജിയുടെ കടയിൽ വെച്ചു. പിന്നെ ഉണ്ടായത് ചരിത്രം. അയ്യായിരത്തിനെ ഊട്ടിയ വേദപുസ്തകത്തിലെ 5 അപ്പം പോലെ ജാസ്മിൻ ഉണ്ടാക്കിയ 20 കൂട് അപ്പം കാലമേറ്റെടുത്തു. ഇന്ന് അൽഫോൻസാമയുടെ ഭരണങ്ങാനം പള്ളിയിലെയും തീർത്ഥാടന കേന്ദ്രത്തിലെയും നേർച്ചയപ്പമാണത്. ഒപ്പം മലബാറിലടക്കം 8 രൂപതകളിലെ പള്ളികളിലെ നൈവേദ്യ അപ്പവും. അഖിലിന്റെ അപ്പു എന്ന ഓമന പേരിൽ നിന്നാണ് അപ്പൂസ് ഫുഡ്സ് എന്ന വിളിപ്പേര് പിറന്നത്. ഇന്ന് അപ്പൂസ് വിളിപ്പേരിനും അപ്പുറമാണ്. അപ്പൂസ് ഇന്ന് വിജയിച്ച ഭക്ഷ്യോൽപ്പന്ന ബ്രാൻഡ്. ഇപ്പോൾ ജാസ്മിൻ പരിപൂർണമായും അന്ധ. പക്ഷേ ഇന്നും അപ്പത്തിന് മാവ് കുഴയ്ക്കുന്നതും വീട്ടുപണികൾ ചെയ്യുന്നതും ജാസ്മിൻ തന്നെ. കണ്ണ് കാണാതാകുമെന്ന് ഉറപ്പായപ്പോൾ കണ്ണുകെട്ടി ജോലി ചെയ്ത് ശീലിച്ചു. ഒരു ഡോക്ടറും പറഞ്ഞിട്ടല്ല അത് ചെയ്തത്. അന്ധതയെ അതിജീവിക്കാൻ സ്വയം കണ്ടെത്തിയ വഴി. അങ്ങനെ ജാസ്മിൻ തന്നെ വെല്ലുവിളിച്ച കാലത്തെ നോക്കി ചിരിക്കുന്നു. അൽഫോൻസാമയുടെ കഴിഞ്ഞ തിരുനാൾ ആഘോഷ ദിവസങ്ങളിൽ 7 ലക്ഷം അപ്പമുണ്ടാക്കിയവരുടെ മൊണാലിസ ചിരി. ആ 10 ദിവസങ്ങൾ കൊണ്ട് 30ഓളം വീട്ടമ്മമാരിലേക്ക് 2 ലക്ഷം രൂപ കൂലിയായി എത്തിച്ച കാവൽ മാലാഖയുടെ ചിരി. നിത്യരോഗിയായ മകൻ കുടുംബാംഗങ്ങളായി മാറിയ ജോലിക്കാരികൾക്കൊപ്പം ഉല്ലാസ ജീവിതം നയിക്കുന്നത് കണ്ട മാതാവിന്റെ ചിരി. തോരാ കണ്ണീര് തുടയ്ക്കേണ്ട കൈകൾ കൊണ്ട് പോയ വർഷം 75 ലക്ഷം രൂപയുടെ കച്ചവടം ചെയ്തവരുടെ വിജയച്ചിരി. 3.5 കോടി മലയാളികൾക്ക് മുന്നിലേക്ക് വിളിച്ചു നിർത്തി പത്മഭൂഷൺ ഭരത് മമ്മൂട്ടി ആദരിക്കുന്നു.
കൈരളി ചെയർമാന്റെ ഇത്തവണത്തെ പ്രത്യേക പുരസ്കാരം അപ്പങ്ങളുടെ ഈ അമ്മയ്ക്ക്, ജാസ്മിൻ അജിക്ക്. ഇച്ഛാശക്തിയോടെ ജീവിക്കുന്ന, പ്രതിസന്ധികളിൽ തളർന്നു പോകാത്ത ജാസ്മിൻ വേദിയിലേക്ക് എത്തുന്നു. ജാസ്മിനായിട്ട് പറയുന്നു, ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നാണ് ജാസ്മിന് കയ്യടികൾ നൽകുന്നത്. ഇത് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ കയ്യടിയാണ്. സഹായിക്കാൻ കൂടെ ഭർത്താവ് അജി കൂടെയുണ്ട്, മകൻ അഖിൽ കൂടെയുണ്ട്. ഇത്രയും പോരാ, അവർക്ക് കൊടുക്കേണ്ട കയ്യടി, നമ്മുടെ സ്നേഹം മുഴുവനായി നമ്മൾ ചെയർമാൻ തിരഞ്ഞെടുത്തത് ഏറ്റവും അഭികാമ്യമായ ഒരു വ്യക്തിത്വത്തെ തന്നെയായിരുന്നു. അവർക്ക് സ്നേഹാദരവോടെ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ജാസ്മിൻ അജിയെയും പുരസ്കാരം നൽകുന്നതിനായി പത്മഭൂഷൺ മമ്മൂട്ടിയെയും ക്ഷണിക്കുന്നു. ആ ഇച്ഛാശക്തിക്ക്, പ്രതിസന്ധികളിൽ തളർന്നു പോകാത്ത ആ മനസ്സിന് കൈരളി നൽകുന്ന സ്നേഹാദരമാണ് ഇവിടെ സമ്മാനിക്കുന്നത്. ഒപ്പം അജിചേട്ടന് സ്പെഷ്യൽ ഒരു കൈയടി നമ്മൾ ഈ ഒരു മൊമെന്റിൽ കൊടുത്തേ മതിയാകൂ. ക്യാഷ് അവാർഡും കീർത്തിപത്രവും നൽകുന്നത് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. ജാസ്മിൻ അജി, ഇത്രയും വലിയൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ലേഡി നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? അപ്പം എന്തായാലും എന്താണ് ജാസ്മിൻ ചേച്ചി പറയാനുള്ളത്? അജി ചേട്ടൻ കൂടെ നിൽക്കൂ. തീർച്ചയായിട്ടും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.